ബോസ് ടീം ഒരിക്കലും പറഞ്ഞിട്ടില്ല എന്നെ കണ്ടസ്റ്റന്റ് ആക്കാന്ന്. അത് എന്റെ ഇനിയിപ്പോ താൻ നേരത്തെ പറഞ്ഞ പോലെ സ്വാർത്ഥ താല്പര്യം എന്ന് പറഞ്ഞില്ലേ, അങ്ങനെയെന്ന് വിചാരിച്ചു. അവിടെ ബിഗ് ബോസിൽ എത്തിയിട്ട് കാണിച്ച പ്രകടനങ്ങള് ബോധപൂർവമായിരുന്നോ അതോ അറിയാതെ കുട്ടി അങ്ങ് കയ്യിൽ നിന്ന് പോയതായിരുന്നു? ഞാൻ പറഞ്ഞുതരാം. അതായത് ഞാൻ ഉണ്ടാക്കിയ കണ്ടന്റ്, ചെറിയ കണ്ടന്റിൽ ഊതി വീർപ്പിച്ചു ഞാൻ നേരത്തെ പറഞ്ഞു. അതിൽ ഞാൻ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കും. ഞാൻ ഊതി വീർപ്പിച്ചുണ്ടാക്കിയ കണ്ടന്റ് ആണ്. അവിടെ നിന്ന് കണ്ട ഒരാളെന്ന നിലയ്ക്ക് ഇത് സ്ട്രാറ്റജി ആയിട്ടാണ് തോന്നിയത്? ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഞാൻ മുമ്പ്, അത് റീൽസിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കാം. കാരണം എനിക്ക് അത് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. ഈ സ്ട്രാറ്റജി പൊളിയൂട്ടോ എന്ന് പറഞ്ഞിട്ട് ജാസ്മിന്റെ കയ്യിൽ നിന്ന് ഒരുപാട് ചീത്ത കേട്ടുള്ള ഞാൻ. അതായത് പ്രേക്ഷകർക്ക് ഇത് നമ്മൾ പോകുമ്പോൾ ഇഷ്ടപ്പെടാത്ത കാരണമാണ് ഗബ്രി ഔട്ടായി പോയത്. ബിഗ് ബോസ് ഹൗസിന്റെ ഉള്ളിൽ നമ്മൾ പുറമേ കാണുന്ന പോലെ എല്ലാ ഹൗസും, അതിന്റെ ഉള്ളിൽ കയറുമ്പോൾ നമ്മുടെ മൈൻഡൊക്കെ ചേഞ്ച് ആയി പോകും. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല ബിഗ് ബോസ്. കഴിവുണ്ടായിട്ട് കാര്യമില്ല, കൃത്യസമയത്ത് അത് ഉപയോഗിക്കാൻ വേണ്ടി പറ്റണം എന്നുള്ളത് രജിഷന്റെ കാര്യത്തിൽ എത്ര ശരിയാണ്? ഞാൻ കൃത്യസമയത്തല്ല ഉപയോഗിച്ചിട്ടുണ്ട്. എന്റെ ഇതിൽ ലക്ക് ഫാക്ടർ എനിക്ക് കുറവാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ വന്നതിന് സങ്കടമുള്ളത് ജിൻഡപ്പനാണ്. അവന് ഭയങ്കരമായിട്ട് കരഞ്ഞിരുന്നു. അതായത് ജിൻഡപ്പന്റെ കാര്യം എന്ന് പറഞ്ഞാൽ അത് നമുക്ക് എനിക്ക് വളരെ കുറച്ച് ദിവസം കൊണ്ട് കിട്ടിയ ഏറ്റവും വലിയൊരു സുഹൃത്ത്. ഒരു മണ്ടനല്ല ജിൻഡപ്പൻ, ഭയങ്കര ബുദ്ധിയുള്ള ഒരാളാണ്, ഭയങ്കരമായിട്ട് ഗെയിം കളിക്കാനുള്ള ഒരാളാണ്. എന്തെങ്കിലും ഒരാള് അവിടെ വെച്ച് പറഞ്ഞാൽ ഡിഫെൻഡ് ചെയ്തിട്ട് എതിർത്ത് സംസാരിക്കാൻ കഴിവുള്ള ഒരാളാണ്. ഞാൻ പുറത്ത് ഗാർഡൻ ഏരിയയിലാണ് ഇരിക്കുന്നത്. ജാൻമണി വന്നിട്ട് റതീഷേട്ടാ ഭക്ഷണം ഇപ്പൊ കഴിയും, റതീഷേട്ടാ വാ റതീഷേട്ടാ ഭക്ഷണം കഴിക്കും റതീഷേട്ടാ എന്നിട്ട് ജാൻമണി വന്നു. നീതികേടാണെന്ന് ഇപ്പൊ റോഹൻ പറഞ്ഞു. നീതികേടാണെങ്കിൽ ഒരു ബിഗ് ബോസ് ഷോയിലും വൈൽഡ് കാർഡ് വരാൻ പാടില്ല. അത് നീതികേടല്ലേ? അപ്പൊ ഞാൻ അവിടെ മത്സരിച്ചിട്ട് ഞാൻ ഇറങ്ങി, ഞാൻ എന്നിട്ട് ഇവിടെ ഇരുന്നിട്ട് കളി കണ്ടു. വീണ്ടും പോകുന്നതും വയൽക്കാലത്ത് പോകുന്നതും തമ്മിൽ എന്താ വ്യത്യാസമുള്ളത്? ഹാർവിയോറ, ദ എക്സ്ക്ലൂസീവ് കളക്ഷൻ ഓഫ് അഡീനിയം പ്ലാന്റ്സ്. ഇനി നിങ്ങളുടെ വീടിന്റെ അകത്തളങ്ങളിൽ ഹാർവിയോറ അഡീനിയം പ്ലാന്റ്സ് പുഷ്പിച്ചു നിൽക്കും. വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയിൽ എവിടെയും ഫ്രഷ് ആയി ഞങ്ങൾ അഡീനിയം പ്ലാന്റ് നിങ്ങളുടെ വീട്ടിൽ എത്തിച്ചു തരും. കൂടുതൽ വിവരങ്ങൾക്കായി ഹാർവിയോറ വെബ്സൈറ്റ് സന്ദർശിക്കുക. ഈ പലപ്പോഴും നമ്മളെ അതിൻ്റെ ഉള്ളിൽ നിൽക്കുമ്പോൾ നമ്മൾ ഫേസ് ചെയ്യേണ്ട കാര്യങ്ങളും അല്ലെങ്കിൽ നമ്മൾ ഫൈറ്റ് ചെയ്തതും നമ്മൾ കണ്ടുകൊണ്ട കാഴ്ചകളും ഇതിനൊക്കെ നേരെ വ്യത്യാസപ്പെട്ടിരിക്കും നമ്മൾ പുറത്ത് നിൽക്കുമ്പോൾ നമ്മൾ കാണുന്നതൊക്കെ. അത്തരത്തിലൊരു പക്ഷേ ഈ സീസൺ 6 ഏറ്റവും കൂടുതൽ സംസാര വിഷയമായിട്ടുള്ളൊരു കാര്യമായിരുന്നു ജാസ്മിൻ ഗബ്രി എന്നുള്ളത്, അല്ലേ? ഒരു പക്ഷേ രണ്ട് അഭിപ്രായങ്ങൾ ഇതിൽ വന്നേക്കാം, ഫേക്ക് ആണോ ഇത് റിയൽ ആണോ എന്നുള്ളത്. അവിടെ നിന്ന് കണ്ട ഒരാളെന്ന നിലയ്ക്ക് ഇത് സ്ട്രാറ്റജി ആയിട്ടാണ് തോന്നിയത്? അത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഞാൻ മുമ്പ്, അത് റീൽസിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കാം. കാരണം എനിക്ക് അത് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. ഞാൻ റീൽസിൽ ഇത് ഈ സ്ട്രാറ്റജി പൊളിയൂട്ടോ എന്ന് പറഞ്ഞിട്ട് ജാസ്മിന്റെ കയ്യിൽ നിന്ന് ഒരുപാട് ചീത്ത കേട്ടുള്ള ഞാൻ. മറ്റേ ഗബ്രിയൊന്നും പറഞ്ഞിട്ടില്ല, ജാസ്മിൻ എന്നെ കുറെ നിങ്ങൾക്ക് ഇത് സ്ട്രാറ്റജി ആയിട്ടോ തോന്നുന്നത് അതാണെന്ന് പറഞ്ഞിട്ട് ഞാൻ അവരോട് നേരിട്ട് പറഞ്ഞിട്ടുള്ളതാണ് ഈ സ്ട്രാറ്റജി പൊളിയൂട്ടോ എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. പിന്നെ അത് എനിക്കൊരു അന്ന് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതൊന്നും ഒരു കോംബോ മാത്രമാണ് BBയിൽ വിജയിച്ചിട്ടുള്ളൂ. അത് അവര് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. ബാക്കി എല്ലാ കോംബോന് വേണ്ടി ക്രിയേറ്റ് ചെയ്യുന്ന കോംബോ ആയിട്ടാണ് ആൾക്കാർക്ക് തോന്നുക. ആ കോംബോകൾ ഒരിക്കലും വിജയിച്ചതായിട്ട് പിന്നെ ചരിത്രത്തിലില്ല. അപ്പോ ഈ കോംബോ കളി എനിക്ക് തോന്നുന്നത് മുന്നോട്ട് പോകില്ലാന്ന് തോന്നണേ ഞാൻ വ്യക്തമായിട്ട് ഞാനത് ഗബ്രിയുടെ ജാസ്മിൻ്റെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. റീൽസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് താങ്കൾ കണ്ടിട്ടുണ്ടായിരിക്കാം, റീൽസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞു വേറെ എന്താ പറഞ്ഞു അല്ല അങ്ങനെ എങ്കിൽ ഇപ്പൊ അവിടെ വന്നു ഇപ്പൊ അവരുടെ പ്രണയം ഇപ്പൊ സംഭവിച്ചിട്ടുണ്ട് അല്ലെ? പേളി ശ്രീനിഷ് പോലെ അത് ഒരു പക്ഷെ നമ്മൾ കാണുന്ന മുൻവിധിയോട് കൂടി എടുക്കാതെ നല്ലതായിട്ട് ഭാവിച്ചിട്ടുണ്ട് അല്ലെ? ഇവിടെ അങ്ങനെ ഗെയിം കളിച്ച രണ്ടുപേരെ പേരില് ഒരാൾക്ക് പുറത്തായിരിക്കുകയാണ് അല്ലെ? ഗബ്രിയും പുറത്തായി എന്നുള്ളതാണ്. ഇതൊരു പക്ഷേ ഇങ്ങനെ കൂടെ നിന്ന് ഗെയിം കളിച്ചുകൊണ്ടോ അവനവൻ്റെതായിട്ടുള്ള ട്രാക്കിൽ ഗെയിം ചെയ്യാൻ പറ്റാഞ്ഞിട്ടാണോ ഗബ്രി പുറത്തായെന്ന് തോന്നുന്നു? അങ്ങനെയല്ല, ഗബ്രി നല്ല കഴിവുള്ള ഒരാളാണ്. ഗബ്രി നന്നായിട്ട് സംസാരിക്കാൻ അറിയുന്ന ഒരാളാണ്. ഗബ്രി അസലായിട്ട് ഗെയിം കളിക്കാവുന്ന ഒരാളാണ്. ഗബ്രി എടുത്ത ഇത് ഇങ്ങനെ ഈ ഒരു ട്രാക്കിൽ വന്നു പോയി ഗബ്രി. അതായത് ഞാൻ പറയട്ടെ, ബിഗ് ബോസ് ഹൗസിന്റെ ഉള്ളിൽ നമ്മൾ പുറമേ കാണുന്ന പോലെ അല്ല ഹൗസ്. അതിന്റെ ഉള്ളിൽ കയറുമ്പോൾ നമ്മുടെ മൈൻഡൊക്കെ ചേഞ്ച് ആയി പോകും. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല ബിഗ് ബോസ്. നമ്മളിപ്പോ ഞാൻ ഇറങ്ങിയതിന് ശേഷം ഒരുപാട് ആൾക്കാർ ഒരുപാട് അഭിപ്രായങ്ങൾ പറയണ്ടായിരുന്നു. പക്ഷെ ആ അഭിപ്രായങ്ങൾ കേൾക്കാമെന്നല്ലാതെ ഈ അഭിപ്രായം പറയുന്ന ആൾക്കാർ ഗാലറിയിൽ നിന്ന് കളി കാണുന്ന ആൾക്കാരാ. ഈ ഗാലറിയിൽ നിന്ന് കളി കാണുന്ന ആൾക്കാർക്ക് എന്ത് അഭിപ്രായം ആണെങ്കിലും പറയാം. അത് അനുഭവിച്ചറിയുമ്പോഴാണ് അതിന്റെ ഒരു അവസ്ഥ നമ്മൾ മനസ്സിലാക്കുള്ളൂ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അതിനുള്ളിൽ കയറി കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡ് സെറ്റ് മൊത്തം മാറിപ്പോവും.
അങ്ങനെയാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, അല്ല ഇപ്പൊ ഇത് കിട്ടിയ ഗെയിം പ്ലക്ക് ചെയ്തെടുക്കുക. ഉം. എനിക്ക് കിട്ടിയ ഗെയിം ഞാൻ പ്ലക്ക് ചെയ്തെടുത്തു, ഞാൻ ഗെയിം കളിച്ചു, ഉം. അത് അങ്ങനെ ആയിപ്പോയി. ഉം. ഓക്കെ. അതേപോലെ നമ്മുടെ ഗബ്രി അത് ഈ ഗബ്രി പുറത്തായ സമയത്ത് ജിൻഡോയുടെ പറഞ്ഞൊരു സംഭവം ഉണ്ട്. ഇത് നീ നിന്റെ കൂടെ കൂടി കളിച്ചിട്ടാണ് പോയത്, അവൻ ഒറ്റയ്ക്ക് കളിച്ചിരുന്നെങ്കിൽ ഇവിടെ നിന്നിരുന്നു എന്നുള്ളത്. ഞാൻ ഈ പറയട്ടെ, സ്റ്റേറ്റ്മെന്റ് അതാണ് ഈ കോംബോ കളിക്കുന്ന പ്രശ്നം. എന്താ അറിയോ, ഞാനിപ്പോ പറഞ്ഞുതരാം. ഈ കോംബോ കളിക്കണമെങ്കിൽ 2 പേര് എവിക്ഷനിൽ വരാൻ പാടില്ല. മനസ്സിലായോ? അതായത് ഒരു കോംബോ, ഒരു ഫാക്ടർ നമ്മൾ കളിക്കാൻ ഉദ്ദേശമുണ്ടെങ്കിൽ, ഒരു ലവ് ട്രാക്ക് പോകാനുള്ള ഉദ്ദേശം ഉണ്ടെങ്കിൽ, ലവ് ട്രാക്ക് അതായത് ബോയ് ഓർ ഗേൾ, അതായത് ഒന്നില്ലെങ്കിൽ ബോയ് എവിക്ഷന് നോമിനേറ്റഡ് ആയി കഴിഞ്ഞാൽ ഈ പെൺകുട്ടിയുടെ ഭാഗത്തു നിന്നുള്ള ഫാൻസ് ഇല്ലേ, പെൺകുട്ടിയുടെ ഭാഗത്തു നിന്നുള്ള ഫാൻസ് മുഴുവൻ, അല്ലെങ്കിൽ ഇയാൾക്ക് ഫാൻസ് ഉണ്ടാവും, ഇയാൾക്ക് ഫാൻസും ഈ പെൺകുട്ടിക്കും ഫാൻസ് ഉണ്ടാവും, ഇവരെല്ലാരും കൂടിയിട്ട് ഇയാളെ സേവ് ചെയ്യും. മനസ്സിലായില്ലേ? അങ്ങനെ രക്ഷപ്പെട്ടു പോരും. ഇപ്പോ ഗേളാണ്, പെൺകുട്ടിയാണ് ഇതില് നോമിനേഷനിൽ വന്നു കഴിഞ്ഞാൽ അപ്പുറത്തെ ആളുടെ ഫാൻസ് ഉണ്ടാവും, ഈ പെൺകുട്ടിയുടെ ഫാൻസ് ഉണ്ടാവും, പിന്നെ നിഷ്പക്ഷമായിട്ട് നിൽക്കുന്ന കുറെ ആൾക്കാരുണ്ടാവും. അതായത് ഇന്ന ആൾക്ക് വോട്ട് ചെയ്യുള്ളൂ എന്ന് വിചാരിച്ചല്ലാതെ ആർക്കും ഇഷ്ടം തോന്നിയത് അപ്പൊ വോട്ട് ചെയ്യാം, അവരുടെ വോട്ട് കഴിയുമ്പോൾ ഇവര് രക്ഷപ്പെട്ടു പോകും. പക്ഷേ ഈ കോംബോ കളിക്കുമ്പോൾ റിസ്ക് എന്താ വെച്ചാൽ, കോംബോ കളിക്കുമ്പോൾ ഒരേപോലെ, അതാണ് പേളിയും ശ്രീനിഷിന്റെ വിജയം. പേളിയും ശ്രീനിഷിനെയും ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു, രണ്ടുപേർക്കും. ഇവർ രണ്ടുപേരെ രക്ഷണം വന്നു കഴിഞ്ഞാൽ ഇവർ രണ്ടുപേരും രക്ഷപ്പെട്ടു പോകും. കാരണം ആ ഒരു ഇഷ്ടം വോട്ടായിട്ട് മാറുകയാണ്. ആ ഇഷ്ടം ജാസ്മിനും ഗബ്രിനും ഉണ്ടായിരുന്നില്ല എന്നുള്ളതിന്റെ അവസ്ഥയാണ്. ഞാൻ പറയട്ടെ, അതിപ്പോ എനിക്ക് പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാലോ, എനിക്കറിയാം. അതായത് ഞാൻ പുറത്തേക്ക് വന്നപ്പോ പ്രേക്ഷകർക്ക് അത് ഇഷ്ടമല്ല എന്നുള്ളതിന്റെ തെളിവാണല്ലോ ഗബ്രി ഔട്ടായി പോയത്. അതായത് പ്രേക്ഷകർ എത്രയോ പേര് പറയുന്നുണ്ട്. ഞാൻ പറയണത് അറിയാം, ഞാൻ ഇപ്പൊ നോണ പറയേണ്ട കാര്യമില്ലല്ലോ. അതായത് പ്രേക്ഷകർക്ക് ഇവര് നമ്മള് കോംബോ ഇഷ്ടപ്പെടാത്ത കാരണമാണ് ഗബ്രി ഔട്ടായി പോയത്. അതിപ്പോ ഇവിടെ വരുമ്പോ എനിക്കറിയാം ഒരുപാട് പ്രേക്ഷകർ പറയുന്നത് അതെന്തിനാ അവർ കോംബോ കളിക്കണം, എന്തിനാ അവർ കോംബോ കളിക്കണം എന്ന് പറയുന്നത്. അവര് കോംബോ കളിക്കാൻ വേണ്ടി കോംബോ കളിച്ചതല്ല. ഞാൻ ഇപ്പോഴും പറയാം, അവരത് കളിക്കാൻ വേണ്ടി കോംബോ കളിച്ചത്, അവരത് അങ്ങനെ ആയിപ്പോയതാണ്. പക്ഷെ ഇപ്പോഴും അവര് പ്രണയം എന്ന് പറഞ്ഞിട്ടില്ല, അവര് സുഹൃത്തുക്കളാണെന്നാ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ കോംബോ എനിക്കത് ഉറപ്പാണ്. കാരണം ഞാൻ, ഗബ്രി, ജാസ്മിൻ തുടങ്ങിയിട്ടുള്ള ആൾക്കാര് ഞങ്ങള് BBയിൽ കയറി അന്ന് രാത്രി ഫുള്ളിരുന്ന് സംസാരിച്ച ആൾക്കാരാ. പുലർച്ചെ മോർണിംഗ് സോങ് കഴിഞ്ഞിട്ടാണ്, ഞങ്ങൾ ഉറങ്ങിയിട്ടില്ല, മോർണിംഗ് സോങ് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുളിക്കാൻ പോയിട്ട് അങ്ങനെ ആ ഒരു ദിവസം ഉറങ്ങാട്ടാണ്. കോംബോ കളിക്കാൻ വേണ്ടിയിട്ട് വന്നവരല്ലാവര്, അത് വന്നു ചേർന്നതാ. ഓൾറെഡി അവിടുത്തെ നിയമത്തിനനുസൃതമായിട്ട് ജനങ്ങളുടെ വോട്ടിങ്ങിനനുസരിച്ച്, അല്ലെങ്കിൽ ഒരു പക്ഷെ നമ്മൾ കളിക്കുന്ന പാറ്റേണിന്റെ രീതികൾ കൊണ്ടൊക്കെയോ എവിക്ഷൻ നടത്തുന്നു അല്ലെ, അതിൽ പുറത്തായ ഒരാളാണ്. രണ്ടാമത്തെ ഒരു വരവ് അത് ഒരു മത്സരാർത്ഥിയായിട്ടാണെങ്കിൽ അത് മറ്റ് സഹമത്സരാർത്ഥികളോട് കാണിക്കുന്ന നീതികേടല്ലേ? മറ്റ് സഹമത്സരാർത്ഥികൾ ഔട്ടായവരോട് ഔട്ടായവരോടല്ല, അവിടെ ഉള്ളവരോടും ഔട്ടായവരോടും രണ്ടുപേരോടും തുല്യ നീതി വേണ്ടേ? ഒരിക്കൽ ഓൾറെഡി ഇതിന്റെ നിയമത്തിനനുസൃതമായിട്ട് പുറത്തായി കഴിഞ്ഞിട്ട് എന്ന് പറഞ്ഞാൽ അൺപ്രഡിക്റ്റബിൾ ആണ്. ഇതിന് മുമ്പുള്ള സീസണുകളിൽ ഔട്ടായ ആൾക്കാർ തിരിച്ചു വന്നിട്ടുണ്ട്. ഹിമാശങ്കർ തിരിച്ചു വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് ഹിമാശങ്കർ തിരിച്ചു വന്നിട്ടുള്ള ഒരാളാണെന്ന് തോന്നുന്നു. അതേപോലെ തന്നെ രമ്യ പടിക്കൽ അല്ലെ, ആ കുട്ടിയും തിരിച്ചു വന്നിട്ടുള്ള ആളാണ്. അപ്പോൾ അവരൊക്കെ ഈ പറഞ്ഞ പോലെ ഗെയിം കളിക്കാൻ അറിയുന്ന, അതായത് ഉള്ളയിൽ, അതായത് തമ്മിൽ കുറച്ച് ഗെയിം കളിക്കാൻ കുറച്ചും കൂടി കൂടുതൽ അറിയുന്ന ആൾക്കാരെ ആയിരിക്കാം അവർ സെലക്ട് ചെയ്ത് കൊണ്ടുവരുന്നത്. ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ അൺപ്രഡിക്റ്റബിൾ ആണ്. അതായത് അവിടുത്തെ മത്സരാർത്ഥിയോട് ചെയ്യുന്ന ചതിയാണെങ്കിൽ വൈൽഡ് കാർഡ്സ് കയറാൻ പാടില്ല. എന്തുകൊണ്ട് വൈൽഡ് കാർഡ്സിനെ മത്സരാർത്ഥികളുടെ ചതി അങ്ങനെ സംഭവമൊന്നുമില്ല. അതായത് ബിഗ് ബോസ് ടീമിന് എന്താണ് ഫൈനലിൽ തീരുമാനിക്കും. ഇപ്പോൾ എന്നെ ഒരു മത്സരാർത്ഥിയായിട്ട് കയറ്റണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് കയറ്റാൻ പറ്റും. പക്ഷെ അവരത് ചെയ്തില്ല, താൻ പറഞ്ഞ പോലെ അവരത് ചെയ്തില്ല, പക്ഷെ അവർക്ക് കയറ്റാൻ പറ്റും. അങ്ങനെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയിട്ട് ഞാൻ എനിക്ക് അവിടെ നിൽക്കാൻ, അല്ലെങ്കിൽ നീതികേടാണെന്ന് ഇപ്പോൾ റോഹൻ പറഞ്ഞു. നീതികേടാണെങ്കിൽ ഒരു ബിഗ് ബോസ് ഷോയിലും വൈൽഡ് കാർഡ് വരാൻ പാടില്ല. അത് നീതികേടല്ലേ? കാരണം 25 എപ്പിസോഡ് അല്ലെങ്കിൽ 30 എപ്പിസോഡ് കഴിഞ്ഞിട്ട് ഈ വൈൽഡ് കാർഡ്സ് എന്തായാലും ഈ കളി കണ്ടിട്ടല്ലേ കാണുന്നത്. അപ്പൊ അത് നീതികേടല്ലേ? അപ്പൊ നീതികേട് എല്ലാവർക്കും പറയുമ്പോ എല്ലാം പറയണം. അപ്പൊ ഞാൻ പറയുന്നത്, ഇപ്പൊ ഞാൻ അവിടെ മത്സരിച്ചിട്ട് ഞാൻ ഇറങ്ങി, ഞാൻ എന്നിട്ട് ഇവിടെ ഇരുന്നൊരു കളി കണ്ടു, വീണ്ടും പോകുന്നതും വൈൽഡ് കാർഡ്സ് പോകുന്നതും തമ്മിൽ എന്താ വ്യത്യാസമുള്ളത്? ഒരു വ്യത്യാസമില്ല. അപ്പൊ നീതികേട് എന്ന് പറയുമ്പോൾ അതും കൂടി എടുത്ത് പറയണം. അപ്പൊ ഇതൊരു നീതികേടല്ല. നമുക്ക് അങ്ങനെ വേറെ ഒന്നും കൂടി ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്തത് നീതികേടല്ല എന്നുള്ളത് പറയാൻ പറ്റില്ലല്ലോ. നമ്മൾ ചെയ്തത്, അതായത് ഞാൻ പറയുന്നത് ബിഗ് ബോസ് ചെയ്യുന്നത് നീതികേടല്ല എന്ന് പറഞ്ഞു. ബിഗ് ബോസ് ചെയ്യുന്നത് ഞാൻ പറയട്ടെ, ബിഗ് ബോസ് പ്രേക്ഷകരുടെ ഒപ്പം നിന്നിട്ടാണ് ബിഗ് ബോസ് കാര്യങ്ങൾ ചെയ്തിട്ടുള്ളൂ. ആ പ്രേക്ഷകരുടെ ഒപ്പം നിന്നിട്ട്, അല്ലെങ്കിൽ ഞാനിപ്പോ നല്ല രീതിയിൽ കളിക്കുന്ന ഒരാളാണ്, ഞാൻ അടിയുറച്ച് പറയും, എനിക്കൊരു ഫേവറിസം കിട്ടിയിട്ടില്ല അവിടുന്ന്. എന്നെ ആദ്യത്തെ ആഴ്ച ഔട്ടാക്കി. അതെന്താണ്? എനിക്ക് വോട്ടില്ലാത്ത കാരണമാണ്. ഇത്രയും നല്ല ഗെയിം കളിക്കുന്ന ഒരാളാണ്. വേണമെങ്കിൽ രതീഷിനെ നിർത്താം, വേണമെങ്കിൽ രതീഷിനെ നിർത്താമെന്ന് അവർക്ക് വിചാരിക്കാമായിരുന്നു. പക്ഷെ അവര് വിചാരിക്കില്ല, കാരണം എനിക്ക് വോട്ട് കുറവായിരുന്നു. ഭായി ഇപ്പൊ ഭയങ്കര സൗമ്യമായിട്ട് സംസാരിക്കുന്ന ഒരാളാണ് രതീഷ് ചേട്ടൻ. എല്ലാവരോടും ഭയങ്കര സൗഹൃദമുള്ള ഒരാളാണ് അല്ലെ, സൗഹൃദം ഇഷ്ടം പോലെ ഉള്ള ഒരാളാണ്.
അപ്പൊ ഇങ്ങനെ സൗമ്യമായിട്ട് സംസാരിക്കുന്ന ഒരാൾ അവിടെ വന്ന് ഭയങ്കരമായിട്ട് നേരത്തെ അങ്ങ് കസേര നീട്ടി വന്ന് ഇവിടെ നടത്തിയ ഷോ പോലെ അല്ല എന്റെ അടുത്ത് ചെയ്ത കാര്യമില്ല, അവിടെയാണെങ്കിലും അത്തരം സീനുകൾ കുറെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ പറയൂ അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഞാൻ ചോദിക്കുന്നത് അവിടെ എത്തി അത്തരം സ്ട്രാറ്റജികൾ കാര്യങ്ങൾ ചെയ്യുന്നത് ബോധപൂർവമാണ്, അറിയാതെ വന്നിട്ടുള്ള കാര്യങ്ങളല്ലല്ലോ. അറിയാതെ വന്നിട്ടുള്ളതല്ല, ഞാൻ ബോധപൂർവമാണോ അറിയാതെ വന്നതായിരുന്നോ? ഞാൻ പറയണത് എന്റെ ചോദ്യം വളരെ ക്ലിയർ ആയിട്ട് എനിക്ക് അവിടെ ബിഗ് ബോസിൽ എത്തിയിട്ട് കാണിച്ച പ്രകടനങ്ങള് ബോധപൂർവമായിരുന്നോ അതോ അറിയാതെ പൊട്ടി അങ്ങ് കയ്യിൽ നിന്ന് പോയതായിരുന്നു? ഞാൻ പറഞ്ഞുതരാം. അതായത് ഞാൻ ഉണ്ടാക്കിയ കണ്ടന്റ്, ചെറിയ കണ്ടന്റിൽ ഊതി വീർപ്പിച്ചു ഞാൻ നേരത്തെ പറഞ്ഞു, അതിൽ ഞാൻ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കും. ഞാൻ ഊതി വീർപ്പിച്ചുണ്ടാക്കിയ കണ്ടന്റ് ആണ്. എന്നിട്ട് ഞാൻ ബോധപൂർവം തന്നെയാണ് നമ്മൾ ആ കണ്ടന്റ് പ്ലക്ക് ചെയ്തിട്ട് നമ്മൾ ഒരു കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നത്. പിന്നെയുള്ള കാര്യങ്ങളില്ലേ കൈവിട്ട് പോണതാ, കൈവിട്ട് പോണതാ. നമ്മൾ അത്രയും റേസ് ആവാൻ വേണ്ടി ചെയ്യണതല്ല. അതായത് ഞാൻ നേരത്തെ ഒരു ഉദാഹരണം കാട്ടിയതാണ്. തന്റെ അടുത്ത് നേരത്തെ ഞാൻ ഒരു ഉദാഹരണം കാട്ടിയ പോലെ ഞാൻ അങ്ങനെ കാണിച്ചാൽ അല്ലെങ്കിൽ അത്തരം സ്ട്രാറ്റജി എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ സ്ക്രീൻ സ്പേസ് കിട്ടും, അവിടെ നിലനിൽപ്പ് ഉണ്ടാവും എന്നുള്ള കണക്കൂട്ടിൽ തെറ്റിപ്പോയി. സ്ക്രീൻ സ്പേസ് ആണെങ്കിൽ ഏറ്റവും കൂടുതൽ സ്ക്രീൻ സ്പേസ് ഒരാഴ്ച കിട്ടിയത് എനിക്കാ. എന്നിട്ട് എന്തുകൊണ്ട് നിലനിൽക്കാൻ പറ്റാൻ? അപ്പൊ ഞാൻ ചോദിക്കുന്നത് അത്തരം സ്ട്രാറ്റജി ബോധപൂർവ്വം എടുത്തിട്ടും ഈ പ്ലാനിങ് തെറ്റുന്നത് ശരിക്കും പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് തോന്നുന്നു അല്ലെ? കാരണം മുൻ സീസണുകളിൽ ഇതുപോലെ അത്യാവശ്യം ഓടിട്ടിട്ടോ സംസാരിച്ചിട്ടോ ഉണ്ടായിരുന്നവർ കുറെ ദിവസം അവിടെ നിലനിന്നിട്ട് കണ്ടിട്ടുണ്ട്. ഒരു പക്ഷേ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുള്ളത് രതീഷേട്ടൻ തന്നെ അവകാശവാദം പറയുന്നുണ്ട്, ഞാൻ ഭയങ്കരമായിട്ട് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്തിരുന്നു, അവിടെ നന്നായിട്ട് ഗെയിം ചെയ്തിരുന്നു എന്നുള്ളത്. കണ്ടന്റ് എന്നുള്ള രീതിയിലേക്കാണ് ഗെയിം ചെയ്തിരുന്നുള്ളത്. അങ്ങനെ വന്നൊരാൾ, ഇത്രയും ആക്റ്റീവായിട്ട് നിന്നൊരാൾ പെട്ടെന്ന് ഉള്ള എവിക്ഷൻ പോലും പ്രതീക്ഷിച്ചിരുന്നില്ല പറയുന്നു. ജനങ്ങൾ വോട്ട് ചെയ്തിരുന്നു, ജനങ്ങൾ പുറത്തിറങ്ങിയപ്പോൾ അഭിപ്രായം ഇത് തന്നെയാന്ന് പറയുന്നു, പുറത്തിറങ്ങാൻ പാടില്ല ആൾ. ഇത് എവിടെ അതിൽ ഈ കണക്കൂട്ടൽ തെറ്റിപ്പോയത് എവിടെയാണ്? ഞാൻ എല്ലാ തെറ്റും ഞാൻ തന്നെ ഏറ്റെടുക്കുക ആണ്. എല്ലാ തെറ്റും ഞാൻ അതിന് ബിഗ് ബോസ് ടീമിനെ ഞാൻ ഒന്നും പറയില്ല. കാരണം ബിഗ് ബോസ് എടുത്തത് തീരുമാനം ശരിയാണെന്നാണ് ഇപ്പോഴും ഞാൻ പറയുള്ളൂ. ഏഷ്യാനെറ്റ് എടുത്തൊരു തീരുമാനം ശരിയാണെന്ന് ഞാൻ പറയുള്ളൂ. കാരണം ഒരു സാധാരണക്കാരൻ എന്നെ പിടിച്ച് ഒരാഴ്ച പിന്നെ രണ്ടാമത് ഗസ്റ്റായിട്ട് വിളിച്ചു. അവര് ഇത്രയും വലിയൊരു വാതിൽ എനിക്ക് തുറന്നു തന്നു. അപ്പൊ ഞാൻ എനിക്ക് രണ്ടാമത് തുറന്ന വാതിലിൽ വരെ തൃപ്തനായിരുന്നില്ല കേട്ടോ ഇതൊക്കെ പറയുമ്പോഴും. അല്ലേ രണ്ടാമത് തുറന്ന വാതിലും തൃപ്തനായിരുന്നു ഒന്നുമില്ല. വിളിച്ചത് മത്സരാർത്ഥിയായിട്ട് പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, വിളിച്ചത് ഗസ്റ്റ് ആണ്. പാതി മനസ്സിലെ പോകുന്നത്, അവിടെ വന്നിട്ട് ഇഷ്ടം അവൻ വരും എന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്നെങ്കിലും പൂർണ്ണ മനസ്സിലാണ് ഞാൻ പോയത്. പൂർണ്ണ മനസ്സിലല്ല, പൂർണ്ണ തൃപ്തനായിരുന്നോ? ഞാൻ പറയണ കേൾക്കൂ, ഞാൻ മുഴുവൻ എനിക്ക് ഞാൻ ഒരു കാര്യം പറയുമ്പോൾ ചിരിപ്പിക്കല്ലേട്ടാ. പറയൂ സീരിയസ് ആയിട്ട്. ഞാൻ അവിടെ എനിക്ക് എന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താ, എന്റെ ഒരു ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം. അതായത് ഞാൻ ഇപ്പൊ ചൂടായിരിക്കുമ്പോഴേ താൻ വെറുതെ ഈ സാധനം പറഞ്ഞാൽ എന്റെ കേസ് മുഴുവൻ ഉള്ളിൽ നന്മയുള്ളതുകൊണ്ടാ. അതെന്താ അറിയോ, എനിക്ക് ചിരി വന്നാ പിന്നെ എനിക്ക് പിടിച്ചാൽ കിട്ടില്ല. അപ്പൊ അങ്ങനെ ഒരു സംഭവം ഉണ്ട്. ഞാൻ പറയട്ടെ, തൃപ്തനായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്നെ വിളിച്ചപ്പോ ഞാൻ പൂർണ്ണ തൃപ്തനായിരുന്നു. എന്നെ വിളിച്ചപ്പോൾ അല്ല ഗസ്റ്റ് ആയിട്ട് പറഞ്ഞ് വിളിച്ചപ്പോഴും അത് ഞാൻ തൃപ്തനായിരുന്നല്ലോ. തൃപ്തനായിരുന്നില്ല എന്ന് ഞാൻ പറയില്ല, ഞാൻ തൃപ്തനായിരുന്നു. കാരണം ബിഗ് ബോസ് ആണ് എന്നെ വിളിക്കുന്നത്, ഗസ്റ്റ് ആയിട്ട് വിളിക്കുന്നത്. അപ്പൊ ഞാൻ ആലോചിച്ചു, ഭഗവാനെ ഞാൻ തന്നെ ഗസ്റ്റ്. ഞാൻ വീണ്ടും വിളിച്ചു, സാർ ഞാൻ രതീഷാണ് എന്നെ. അതേ രതീഷ് തന്നെ ഗസ്റ്റ് ആയിട്ടാണ്, ഒരാഴ്ചത്തേക്കാണ് എന്ന് പറഞ്ഞിട്ടാണ് എന്നെ വിളിച്ചത്. ഞാൻ പൂർണ്ണ തൃപ്തനായിരുന്നു. മാത്രമല്ല എനിക്ക് ഭയങ്കര സന്തോഷമായി. ഗസ്റ്റ് ആയിട്ട് എന്നെ വിളിച്ചാന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. പിന്നെ ബിഗ് ബോസ് ടീം ഒരിക്കലും പറഞ്ഞിട്ടില്ല എന്നെ കണ്ടസ്റ്റന്റ് ആക്കാന്ന്. അത് എന്റെ ഇനിയിപ്പോ താൻ നേരത്തെ പറഞ്ഞ പോലെ സ്വാർത്ഥ താല്പര്യം എന്ന് പറഞ്ഞില്ലേ, അങ്ങനെയെന്ന് വിചാരിച്ചു. സമ്മതിക്കാം, എന്റെ ഒരു സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി ഞാൻ വിചാരിച്ചതാണ് എന്നെ കണ്ടസ്റ്റന്റ് ആക്കുന്നത്. ബിഗ് ബോസ് ടീം അങ്ങനെ പറഞ്ഞിട്ടില്ല. ഇനി ബിഗ് ബോസ് ടീം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്യും. അപ്പൊ ഞാൻ അവിടെ ഗെയിം കളിച്ച് ഞാൻ അവിടെ കാര്യങ്ങൾ കാട്ടിയത് എന്റെ ഫയർ തീർന്നിട്ടില്ല എന്ന് അവർക്ക് ഞാൻ കാണിച്ചു കൊടുക്കായിരുന്നു. അതായത് മറ്റേ പ്രാങ്ക് കളിച്ചു. അതിന് ഡൈനിങ് ടേബിളിൽ ചെറിയൊരു സംഭവം ഉണ്ടായിരുന്നു. പിന്നെ ജാസ്മിന്റെ അടുത്ത് ചെറിയൊരു ഇതുണ്ടായിരുന്നു. അതൊക്കെ എന്റെ ഫയർ തീർന്നിട്ടില്ല എന്ന് ഞാൻ അവർക്ക് കാണിച്ചു കൊടുക്കായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ ഒരു കണ്ടസ്റ്റന്റ് ആക്കിയില്ല. നേരത്തെ പറഞ്ഞ പോലെ നീതികേടിന്റെ ഒരു പരിപാടി ചിലപ്പോൾ അവരും വിചാരിച്ചിട്ടുണ്ടായിരിക്കാം. ഇപ്പൊ മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഇതാവോ എനിക്ക് എന്റെ വിചാരം ഞാൻ കണ്ടസ്റ്റന്റ് ആവും എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഭയങ്കരമായിട്ട് ഞാൻ ഇരുന്നു. അന്ന് സൺഡേയിലത്തെ എപ്പിസോഡ് ലാലേട്ടൻ പറയുമ്പോഴും എന്റെ മനസ്സിലൊരു ലാലേട്ടൻ അവസാനം പറയും രതീഷ് എന്ന ഗസ്റ്റ് ഇങ്ങോട്ട് പോകുന്നോളൂ, രതീഷ് എന്ന ഗെയിമർ അവിടെ ഇരുന്നോളൂ എന്ന് പറയുമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ അതൊന്നും ഉണ്ടായില്ല. ഞാൻ എന്തിനാ നോണ പറയുന്നത് റോന്റെ അടുത്ത്, ഞാൻ അങ്ങനെ ആഗ്രഹിച്ചിരുന്നു. പക്ഷെ ബിഗ് ബോസ് അത് ആ ഒരാഴ്ച മാത്രം ബിഗ് ബോസ് അൺപ്രഡിക്റ്റബിൾ ആയില്ല അല്ലേ? അല്ല, അൺപ്രഡിക്റ്റബിൾ ആയില്ലോ. ഞാൻ വിചാരിച്ചത് എന്നെ
അവിടെ നിർത്തും ഞാൻ അതൊരു രതീഷേട്ടന്റെ ഞാൻ മാത്രമല്ല വിചാരമല്ലേ? വീട്ടിലെല്ലാവരും പറയണ്ടായിരുന്നു, സിജു അടക്കമുള്ള ആൾക്കാർ പറയണ്ടായിരുന്നു, ജിൻഡപ്പൻ പറയണ്ടായിരുന്നു. ജിൻഡപ്പൻ എല്ലാ ദിവസവും ക്യാമറയിൽ നിന്നിട്ട് എന്നെ ഇവിടെ നിർത്തണം, എന്നെ ഇവിടെ നിർത്തണം, എല്ലാ ദിവസവും ബിഗ് ബോസിന്റെ ക്യാമറയിൽ നിന്ന് പറയണ്ടായിരുന്നു. രതീഷേട്ടനെ ഇവിടെ നിർത്തണം, രതീഷേട്ടനെ ഇവിടെ നിർത്തണം, എനിക്ക് കുറെ കാര്യങ്ങളുണ്ട്, ഞങ്ങൾക്ക് ഗെയിം കളിക്കാനുള്ളതാണെന്ന് പറഞ്ഞിട്ട് എല്ലാ ദിവസവും ജിൻഡപ്പൻ ചെന്നിട്ട് പറയണ്ടായിരുന്നു. ജിൻഡപ്പൻ ഒരു ഗെയിമറാണ്. അപ്പൊ ഞാൻ ഇങ്ങനെ ഗെയിം കളിച്ച ഒരാളാണ്. ജിൻഡപ്പൻ ഞാൻ ആരാ, ഞാൻ എങ്ങനെയാന്ന് അറിയാം. എന്നിട്ടും ജിൻഡപ്പൻ എന്നെ അവിടെ നിർത്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നല്ല ഗെയിമറുടെ ഒരു ലക്ഷണമാണ് അല്ലെ. അതായത് അവനൊരു ഗെയിമറാണ്, അവന് ഗെയിം കളിക്കാൻ ആൾക്കാർ വേണം. അപ്പൊ അവൻ നല്ലൊരു ഗെയിമറായ കാരണമാണ് എന്നെയും അവിടെ നിർത്തണം എന്ന് പറഞ്ഞത്. അപ്പൊ അതൊരു അവന് അങ്ങനെ ഒരു സ്വാർത്ഥ താല്പര്യമില്ലേ. സിജോന് അവിടെ ഞാൻ നിൽക്കണമെന്നുണ്ടായിരുന്നു. വേറെ കുറെ ആൾക്കാർക്ക് ചിലപ്പോൾ നിൽക്കണമെന്നുണ്ടായിരുന്നല്ലേ, നല്ല ഗെയിമേഴ്സിനൊക്കെ. അവിടെയുള്ള അല്ല നിൽക്കാൻ താല്പര്യമില്ലാത്തൊരു ബഹുജനം പലവിധം. അവിടെയുള്ള ആൾക്കാർക്കൊക്കെ എല്ലാവർക്കും ഇപ്പൊ ഒരു 16 പേരുണ്ടെങ്കിൽ അതിൽ ചിലപ്പോൾ ഒരു 8-10 പേർക്ക് ഞാൻ അവിടെ നിൽക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരിക്കാം. ബാക്കി ആൾക്കാർക്ക് ചിലപ്പോൾ ഞാൻ അവിടെ നിൽക്കണ്ട. കാരണം പോയില്ല, പുറത്തു പോയാലേ ഏറ്റവും കൂടുതൽ സന്തോഷം ആർക്കായിരിക്കും തോന്നുന്നു അതിന്റെ ഉള്ളിലാ ഒരു പക്ഷേ സന്തോഷമുള്ളത് ഞാൻ പറയില്ല, സങ്കടമുള്ളത് ഞാൻ പറയാം. സന്തോഷമുള്ളവരുണ്ട്, സന്തോഷമുള്ളത് ഉണ്ടായിരിക്കാം. സന്തോഷം കാരണം ഞാൻ അതിന്റെ ഉള്ളില് ബിഗ് ബോസിന്റെ ഉള്ളിൽ കയറിയപ്പോ തന്നെ അതായത് ഞാൻ എന്തിനാണ് വന്നത്, ഞാൻ ഗെയിമർ ആയിട്ടാണോ അല്ലെങ്കിൽ ഞാൻ ഗസ്റ്റ് തന്നെ ആയിട്ടാണോ എന്ന് കൺഫ്യൂഷൻ അടിക്കുന്ന കുറെ പേരുണ്ടായിരുന്നു അതിന്റെ ഉള്ളിൽ. ഞാൻ അങ്ങനെ ഉണ്ടായിരുന്നു. കാരണം ഞാൻ ഗെയിമർ ആയിട്ടാണോ നിൽക്കുന്നത്, ഇനിയിപ്പോ എന്താണാവോ, ഇനിയിപ്പോ പഴയ ചൊറി സ്വഭാവം തുടങ്ങുമോ എന്നൊക്കെ ഒരു ചെറിയൊരു കൺഫ്യൂഷൻ അവിടെ ഉണ്ടായിരുന്നു. പേടിച്ചവരെന്ന് പറയാൻ പറ്റില്ല, അവർ കൺഫ്യൂസ്ഡ് ആയിട്ട് ആൾക്കാരുണ്ടായിരുന്നു. അത് പേടിയെന്നൊന്നും ഞാൻ പറയുന്നില്ല, പേടിക്കാൻ മാത്രം ഞാൻ അങ്ങനെ രണ്ടാം വരവില് എന്താ പുറത്ത് നടക്കണേ എന്നുള്ള ചോദ്യങ്ങൾ ആരായാൻ അടുത്ത കുറെ പേര്. അല്ല ഞാൻ അത് കാരണം തന്നെ മുൻകൂർ ജാമ്യം എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ അവരടുത്ത് പറഞ്ഞത് ഞാൻ പ്രോഗ്രാം കാണാറില്ല, കാരണം അപ്പൊ അവർക്ക് അത് സംശയം ഉണ്ടായിരുന്നു. അപ്പൊ പക്ഷെ അവർ കാരണം പറഞ്ഞപ്പോ അവർക്ക് വിശ്വാസമായി. കാരണം ഞാൻ ഉണ്ടായിരുന്ന ഒരു ഷോ പിന്നീട് ഞാൻ കാണുമ്പോൾ ഞാനില്ല, അതെനിക്ക് വിഷമം വരുന്നു. അത് കാരണം ഞാൻ ആ ഷോസ് ഒന്നും കാണാറില്ല. എൻ്റെ വീട്ടുകാരെ കാണാറുണ്ട്, എൻ്റെ കൂട്ടുകാരെ കാണാറുണ്ട്. ലോക്ക് ചെയ്തിട്ടുള്ള കുറെ കാര്യങ്ങൾ എൻ്റെ വൈഫ് എനിക്ക് പറഞ്ഞുതരും, അല്ലെങ്കിൽ അമ്മ എനിക്ക് പറഞ്ഞുതരും. അല്ലാതെ ഷോ ഞാൻ കാണാറില്ല എന്ന് മുൻകൂട്ടിയിട്ട് ഞാൻ പറഞ്ഞിരുന്ന കാര്യം എന്ന് വെച്ചാൽ ഇവരെല്ലാം കുത്തി എൻ്റെ അടുത്ത് ചോദിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ കള്ളായിരുന്നു പറഞ്ഞത്. ഞാൻ എല്ലാ ഷോവും എല്ലാ ദിവസവും കാണാറുണ്ട്. ലൈവ് ഫുൾ 24 hours ഇരുന്നിട്ട് കാണാൻ പറ്റാറില്ല. വരുമ്പോ കാണും. മറ്റേ എപ്പിസോഡ്സ് ഒന്നും ഞാൻ മിസ്സാക്കില്ല, എല്ലാ എപ്പിസോഡ്സും ഞാൻ കാണാറുണ്ട്. ലൈവും അതെ, പരമാവധി ഞാൻ ലൈവും കാണാൻ ശ്രമിക്കാറുണ്ട്. പക്ഷെ ഞാൻ അവിടെ ഞാൻ എന്താ പറയോ, ഞാൻ അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ ഇവരെല്ലാരും കൂടി കുത്തി ചോദിക്കുമ്പോൾ അത് പിന്നെയും അവർ കുത്തി ചോദിക്കുമ്പോൾ ഞാൻ വെറുതെ ഇങ്ങനെ പറയാറുണ്ട്. അവിടുത്തെ മറ്റേ സ്പോൺസറുകളുടെ പേര് വെച്ചിട്ട് അവിടെ ഒരു ഇതുണ്ട് പേര്, ഒരു ഫാനാണ്. അപ്പോ എന്തെങ്കിലും ചോദിക്കും, ആ ഫാനിന്റെ കാറ്റ് നല്ല കാറ്റാണ് കേട്ടോ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഞാൻ വഴി തിരിച്ചു വിടാറുണ്ട്. എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ വന്നതിന് സങ്കടമുള്ളത് ജിൻഡപ്പനാ. അവന് ഭയങ്കരമായിട്ട് കരഞ്ഞിരുന്നു. അതായത് ജിൻഡപ്പന്റെ കാര്യം എന്ന് പറഞ്ഞാൽ അത് നമുക്ക് എനിക്ക് വളരെ കുറച്ച് ദിവസം കൊണ്ട് കിട്ടിയ ഏറ്റവും വലിയൊരു സുഹൃത്ത് എന്റെ ജിൻഡപ്പൻ. എന്റെ സഹോദരൻ, എന്റെ ജിൻഡപ്പൻ എന്ന് പറഞ്ഞാൽ എനിക്ക് എല്ലാമാണ്. അവൻ ഞാൻ പറയട്ടെ, ഇപ്പോ നമ്മൾ ചങ്ക് പറിച്ചു തരുന്ന കൂട്ടുകാരൊക്കെ വളരെ ചുരുക്കം ഉണ്ടാവുള്ളൂ. അവൻ അതുവരെ പറിച്ചു തരാൻ തയ്യാറാണ് എനിക്ക്. അത്രയും അതിപ്പോ എന്താണ് എനിക്ക് ജിൻഡപ്പനെ മുമ്പ് പരിചയമില്ല. അവൻ ഭയങ്കര സംഭവമാണെന്നൊക്കെ ഇപ്പോഴാണ് ഞാൻ അറിയുന്നത്. പോയി വന്നതിന് ശേഷം അവൻ ഭയങ്കര സംഭവമാണ്. ഞാൻ ജിൻഡപ്പനെ കണ്ടിട്ടുമില്ല, ഞാൻ ജിൻഡപ്പനെ എനിക്ക് പരിചയമില്ല. മല്ലയ്യ ജിൻഡപ്പൻ എന്നൊക്കെ പേരിട്ട് ഞാനാ, മല്ലയ്യ ജിൻഡപ്പൻ എന്നൊക്കെ പേരിട്ട് ഇപ്പൊ എല്ലാരും ജിൻഡപ്പൻ എന്നാ പറയുന്നത്. അപ്പോ രസം എന്താ വെച്ച് കഴിഞ്ഞാൽ എന്നെ അവന് ഭയങ്കര കാര്യമാണ്, എനിക്ക് അവനെ ഭയങ്കര കാര്യമാണ്. ഞങ്ങൾക്ക് ഒരു എന്തോ ഒരു ബോണ്ടിങ് ഞങ്ങൾ തമ്മിലുണ്ട്. ഇപ്പൊ തന്നെ ചെന്നിട്ട് ഇപ്പൊ ചിക്കനൊക്കെ വെച്ച് കഴിഞ്ഞാല് അവിടെയൊക്കെ എല്ലാം റേഷനല്ലേ, 2 കഷ്ണം 3 കഷ്ണം, അല്ലെങ്കിൽ 3 കഷ്ണം കിട്ടില്ല, 2 കഷ്ണമൊക്കെ കിട്ടുള്ളൂ. അവന്റെ ഭക്ഷണം എനിക്ക് എടുത്ത് തരും. ആരാണത്? അല്ലെങ്കിൽ അവന്റെ ശരീരം കണ്ടിട്ടില്ലേ, അവൻ മല്ലയ്യ തന്നെയാണ്. അവനിപ്പോ 2-3 കഷ്ണം കിട്ടിട്ട് ഒരു കാര്യമില്ല അവിടെ ദേഹത്ത്. എന്നിട്ട് അവൻ എനിക്ക്, അപ്പൊ ഞാൻ പറയും വേണ്ട ജിൻഡപ്പൻ നീ കഴിച്ചാ, നീ കഴിക്കേ എന്ന് തരും. പിന്നെ എന്റെ ഞാൻ വന്നിട്ട് അവൻ ഭക്ഷണം കഴിക്കുള്ളൂ. ഇങ്ങനെ സൗഹൃദ സ്നേഹം കാണിക്കുന്നിടത്ത് എവിടെയെങ്കിലും എതിർത്തെന്ന് പറയേണ്ട സാഹചര്യം ഉണ്ടായിട്ടും ചെയ്യാതിരുന്നിട്ടുണ്ടോ? ആര് പറഞ്ഞു? ഞങ്ങൾ ഭയങ്കരമായിട്ട് തല്ലുകൂടിയിട്ടുണ്ട്. അവന്റെ കുറെ സ്റ്റേറ്റ്മെന്റ്സുകൾ ഞാൻ എതിർത്ത് സംസാരിച്ചിട്ടുണ്ട്. അതാണ് ഒരു സുഹൃത്താന്ന് വെച്ചിട്ട് അവൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അംഗീകരിക്കില്ല, ഞാൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അവൻ അംഗീകരിക്കില്ല. ഞങ്ങൾ തല്ലുകൂടി എത്ര വിഷ്വൽസ് ഉണ്ട് ഇവിടെ, എത്രയോ വിഷ്വൽസ് ഉണ്ട്. ഞാൻ പറയൂല അവന്റെ അടുത്ത്, എടാ നീ അങ്ങനെ പറഞ്ഞത് ശരിയായില്ല, നീ അത് പറയാൻ പാടില്ല. അപ്പൊ അതെന്താ ഞാൻ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ, നീ അങ്ങനെ പറയാൻ പാടില്ല, നീ പറഞ്ഞ എന്റെ അടുത്ത് പറയാറുണ്ട് അവൻ, രതീഷ് ഭായ് അത് എനിക്ക് ഇഷ്ടമായില്ല ഏട്ടാ, നീ ഇഷ്ടപ്പെടണ്ട, നീ എന്തിനാ ഇഷ്ടപ്പെടുന്നത്, നിന്റെ ഇഷ്ടം അങ്ങനെ അങ്ങനെയാണ്. പക്ഷെ ഞങ്ങൾക്ക് സഹോദര തുല്യമാണ് ഞങ്ങൾ. ഇത്തവണ പോയിട്ട് ഞങ്ങൾക്ക് അങ്ങനെ അഭിപ്രായ വ്യത്യാസം ഒന്നുമില്ല.
ആദ്യത്തെ തവണയാണ് ഒരാഴ്ച. അതെന്താ സംഭവം അറിയോ, ജിൻഡപ്പൻ പറഞ്ഞ ആരും അംഗീകരിക്കില്ല. ജിൻഡപ്പൻ ഇങ്ങനെ ഒഴിഞ്ഞു മാറി, അതായത് വഴി മാറി ഒഴിഞ്ഞു മാറിയിട്ടല്ല, സോറി, വഴി മാറി നടക്കുന്ന ഒരാളായിരുന്നു ജിൻഡപ്പൻ. പറയുന്നത് എല്ലാവരും ഒരു മണ്ടൻ കാറ്റഗറിയിലൊക്കെ പെടുത്തിയിട്ടുള്ള ഒരാളായിരുന്നു. അന്നും ഞാൻ എൻ്റെ സുഹൃത്തായിട്ട് എൻ്റെ കൂടെ കൂട്ടിയ ആളാണ് ജിൻഡപ്പനെ. അതായത് എനിക്കറിയാം അവനൊരു മണ്ടനല്ല. ജിൻഡപ്പൻ ഭയങ്കര ബുദ്ധിയുള്ള ഒരാളാണ്, ഭയങ്കരമായിട്ട് ഗെയിം കളിക്കാനുള്ള ഒരാളാണ്. എന്തെങ്കിലും ഒരാള് അവിടെ വെച്ച് പറഞ്ഞാൽ ഡിഫെൻഡ് ചെയ്തിട്ട് എതിർത്ത് സംസാരിക്കാൻ കഴിവുള്ള ഒരാളാണ്. ജിൻഡപ്പൻ അങ്ങനെയൊന്നും താഴ്ത്താൻ പറ്റില്ല, ഇടിച്ചു താഴ്ത്താനൊന്നും പറ്റില്ല. കാരണം അവൻ ഫയറാ, അവനെ കാര്യങ്ങൾ അറിയാം. പക്ഷെ എനിക്കത് മുമ്പേ പറഞ്ഞിരുന്നു. ഏതാ ഞാൻ പറഞ്ഞിട്ടില്ല. ജിൻഡപ്പൻ ഫയർ ആണെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു. ഒരാള് ഇത്രത്തോളം കരുതുന്ന ഒരാള്, അല്ലെങ്കിൽ സഹോദര തുല്യം എന്ന് പറയുന്ന ഒരാള്, പൊതുവെ എല്ലാവരും കൂടി ഒന്നാളോ രണ്ടാളോ വിശേഷിപ്പിക്കും, എല്ലാവരും മണ്ടെന്ന് വിളിക്കുന്നു. ആള് അമ്മയെ വിളിച്ചിട്ട് സങ്കടം പറയുന്ന സിറ്റുവേഷൻ വരെ ഉണ്ടായിട്ടുണ്ട് അല്ലേ? ഇങ്ങനെ പറയുന്ന ഒരാൾ ചേർത്ത് നിർത്തണം തോന്നിയിട്ടില്ല? ആദ്യത്തെ ആഴ്ചയാണോ? ആദ്യത്തെ ആഴ്ച ഞാൻ ചേർത്ത് നിർത്തിയല്ലോ. അതല്ലേ ഞങ്ങളുടെ സുഹൃത്ത് ബന്ധം കൂടിയത്. ആദ്യത്തെ ആഴ്ച ഞാൻ അവരൊക്കെ ജിൻഡപ്പനെ ഒഴിവാക്കി വിടുമ്പോ ഞാനാണ് എന്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചത് അവനെ. ആ സ്നേഹം അവന് ഇപ്പോഴും ഉണ്ട്. ഞാൻ വിശന്നിരിക്കുമ്പോ, ഞാൻ അവിടെ ചെറിയ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് ഞാൻ ഭക്ഷണം വേണ്ടാന്ന് പറഞ്ഞിട്ട് പുറത്ത് വന്നിട്ടിരിക്കുമ്പോ എന്റെ വിശ പറഞ്ഞ് എന്നെ വിളിച്ച് വായിൽ ഭക്ഷണം കൂട്ടി തന്ന ഒരാളാണ് ജിൻഡപ്പൻ. അന്ന് രാവിലെ ഞങ്ങൾ തല്ലുകൂടി ചെയ്തിട്ടുള്ളൂ ബാത്റൂം ഏരിയയിൽ വെച്ചിട്ട്. അന്ന് രാവിലെ അവന്റെ കുറെ സ്റ്റേറ്റ്മെന്റ്സിൽ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഞാനത് എതിർത്ത് അവനോട് സംസാരിച്ചു, അവൻ എൻ്റെ അടുത്തും സംസാരിച്ചു. അത് ഹെൽത്തി ആയിട്ടുള്ള ടോക്ക് കേട്ടോ, ഹെൽത്തി ആയിട്ടുള്ള ടോക്ക്. അത് കഴിഞ്ഞ് ഞങ്ങൾ അപ്പം തന്നെ കെട്ടിപ്പിടിച്ച് പിരിഞ്ഞു. രാവിലെ ഞങ്ങൾ വഴക്കൂടിയതാ. എന്നിട്ട് അപ്പം തന്നെ ഞങ്ങൾ വന്നിട്ട് ഞാൻ തല്ലുകൂടി ഞങ്ങൾ പോകുമ്പോൾ അവൻ ഉണ്ടാ 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 ഉണ്ടാന്ന് പറയും. അപ്പൊ ഞാൻ തിരിച്ചു വന്നിട്ട് ചിരിച്ചിട്ട് കെട്ടിപ്പിടിച്ചിട്ട് ഞങ്ങൾ പോയുള്ളൂ. അന്ന് ഞാന് ഭക്ഷണത്തിന്റെ ഒരു ചെറിയൊരു ഇതുണ്ടായിരുന്നു അവിടെ. എനിക്ക് ഭക്ഷണം നിഷേധിക്കുക എന്ന് പറഞ്ഞൊരു സംഭവമൊക്കെ ഉണ്ടായപ്പോ, എനിക്ക് ഭക്ഷണം നിഷേധിച്ചതല്ലേ, അപ്പൊ രാവിലത്തെ ഭക്ഷണം എനിക്ക് വേണ്ട, ഇന്നലെ എന്റെ ഭക്ഷണം നിഷേധിച്ചതല്ലേ എന്ന് പറഞ്ഞിട്ട് ഞാൻ വാശിയായിട്ട് പുറത്തിരിക്കുമ്പോ വിശപ്പ് എന്ന് പറഞ്ഞാൽ എന്റെ റോഹൻ വിശപ്പിന്റെ കളിയായിട്ട് ഞാൻ ഭയങ്കരമായിട്ട് കഴിക്കുന്ന വീട്ടില. എന്റെ വീട്ടിൽ വന്നപ്പോഴും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്, ഭയങ്കരമായിട്ട് കഴിക്കുന്ന. എനിക്ക് ഒന്നാമത്തെ ഈ കുട്ടി ദോശ രണ്ടെണ്ണം എനിക്ക് എന്റെ ശരീരം എനിക്ക് പറ്റണില്ല. അത്ര വിശന്ന് ഞാൻ ഇരിക്കണം അവിടെ. അപ്പൊ നോക്കുമ്പോ ജാൻമണി വന്നു എന്റെ അടുത്ത്. ഞാൻ പുറത്ത് ഗാർഡൻ ഏരിയയിലാണ് ഇരിക്കുന്നത്. ജാൻമണി വന്നിട്ട് റതീഷേട്ടാ ഭക്ഷണം ഇപ്പൊ കഴിയും, റതീഷേട്ടാ വാ, റതീഷേട്ടാ ഭക്ഷണം കഴിക്ക റതീഷേട്ടാ എന്നിട്ട് ജാൻമണി വന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ കഴിച്ചോളാം, ജാൻമണി പൊക്കോന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ ജിൻഡപ്പൻ വന്നിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് ഇരുന്നു. എടാ നീ ഭക്ഷണം കഴിക്ക്, നീ ദേഹം ശ്രദ്ധിക്ക്, ഇതിന്റെ ഉള്ളിൽ വേറെ ഒരാൾ നിന്നെ നിർബന്ധിക്കണ്ടാവില്ല, നീ വന്ന് കഴിക്കും. ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട ഭക്ഷണം, നീ ചെന്ന് കഴിച്ചോ, എനിക്കത് വേണ്ട, കാരണം എന്നെ ഇന്നലെ ഭക്ഷണം നിഷേധിച്ചല്ലേ, അപ്പൊ ഇന്ന് ഞാൻ വെള്ളം കുടിച്ച് ഞാൻ ജീവിച്ചോളാന്ന് പറഞ്ഞു. അപ്പോൾ ജിൻഡപ്പൻ പറഞ്ഞു നിനക്ക് വേണ്ടാന്ന് ഉറപ്പാണ്, എന്നാ നിന്റെ ദോശ എനിക്ക് തരുമെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു എടുത്തോ, എന്റെ ദോശ നീ എടുത്തോ എന്ന് പറഞ്ഞു. അപ്പൊ എന്നാ അവരെനിക്ക് തരില്ല, നിനക്ക് തരുള്ളൂ, നീ എനിക്ക് മേടിച്ചതാന്ന് പറഞ്ഞു ജിൻഡപ്പൻ. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ മേടിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് ഞാൻ പ്ലേറ്റ് എടുത്തിട്ട് അവിടെ പോയിട്ട് 3 കുട്ടി ദോശ എനിക്ക് തന്നു. എന്നാൽ ഞാൻ ജിൻഡപ്പന് കൊടുത്തു. ജിൻഡപ്പന് കൊടുത്തപ്പോ അവൻ ആ ദോശ പൊട്ടിച്ചിട്ട് നീ എനിക്ക് തന്നല്ലേ, ഒരു വായി നീ കഴിക്ക്, എന്റെ വായിൽ വെച്ച് തന്നു. അപ്പൊ ഞാൻ അത് പ്രമോല് വന്നിട്ടുണ്ട് അത് സംഭവം. ഞാനും ആ ദോശ ഒരെണ്ണം പൊട്ടിച്ചിട്ട് ഞാൻ അവന്റെ വായിൽ വെച്ചത്. ആ ദോശ 3 ദോശ ഞങ്ങൾ രണ്ടുപേരാണ് കഴിച്ചു തീർത്തത്. ഏറ്റവും കൂടുതൽ എനിക്ക് തന്നു. ഈ സൗഹൃദത്തിന്റെ കേസ് പറയുമ്പോൾ ശരിക്കും ബിഗ് ബോസിൽ എല്ലാവരും വന്നുള്ളത് പരസ്പരം പോരാടാൻ മത്സരിക്കാൻ തന്നെയാണ്. അവിടെ ഈ സഹോദരനും ഫ്രണ്ട്ഷിപ്പ് ഇമാതിരി ഒന്നും പാടില്ല എന്നുള്ളതാണ്. അപ്പൊ ഞാൻ പറഞ്ഞത് എന്താ അറിയോ, അന്ന് വിശപ്പറഞ്ഞിട്ട് എനിക്ക് ഭക്ഷണം തന്നു എന്ന് വെച്ചിട്ട് ഞങ്ങൾക്ക് ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടും അതെ, ജയിലിലാണ് ഞങ്ങൾ കൂടുതൽ എടുത്തത്. ജയിലിൽ എന്നൊരു ടാസ്കിലാണ് കൂടുതൽ എടുത്തത്. ഞങ്ങൾക്ക് ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ജിൻഡപ്പന്റെ കുറെ സ്റ്റേറ്റ്മെന്റിൽ ഞാൻ എതിർത്തിട്ടുണ്ട്, എന്റെ കുറെ സ്റ്റേറ്റ്മെന്റിൽ ജിൻഡപ്പൻ എതിർത്തിട്ടുണ്ട്. ഞങ്ങൾ ഭയങ്കരമായിട്ട് വഴക്ക് കൂടിയിട്ടുണ്ട്. ഞങ്ങൾ ആ കൂടിയിട്ട് ഈ ദോശ തരുമ്പോഴൊക്കെ ഞാൻ പറഞ്ഞില്ലേ രാവിലെ വഴക്ക് കൂടിയ ആളാണ് ഈ ഉച്ചയ്ക്ക് ഇരുന്ന് രാവിലെ ദോശ തരുന്നത്. ഞങ്ങൾ അടുത്തത് ജയിലിലാണ്. ജയിലിൽ നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരാഴ്ചത്തെ സ്ട്രെസ് മുഴുവൻ, ഞാൻ അങ്ങനെയാണ് കാണുന്നത്, ഒരാഴ്ച നമ്മളുണ്ടാക്കിയ പ്രശ്നങ്ങൾ, നമ്മളുണ്ടാക്കിയ സ്ട്രെസ് മുഴുവൻ താഴ്ത്തേക്ക് കളയുന്ന ഒരു ഏരിയയാണ് ജയില്. അപ്പൊ ജയിലിൽ നമ്മൾ തല്ലൂടാൻ വേണ്ടിയിട്ടല്ല ജയിലിൽ പോണത്, ഒരു മനസമാധാനത്തിന് വേണ്ടിയിട്ടാണ്. അവിടെ ഞാനാണ് ഹ്യൂമർ പിടിച്ചത്. അപ്പൊ ഞാൻ നോക്കുമ്പോൾ ഇവനും കൂടെ നിന്നിട്ട് ഹ്യൂമർ കളിക്കുക. അപ്പൊ ഞങ്ങൾക്ക് ഒരു ബോണ്ട്, ഞങ്ങൾ മറ്റേ ഉറുമ്പിനൊക്കെ കളിപ്പിച്ചിട്ട് തുത്തുരു എന്നൊക്കെ പറഞ്ഞിട്ട് ഉറുമ്പിനെ കളിച്ചിട്ടിരുന്നു. അപ്പൊ അങ്ങനെയാണ് ഞങ്ങളുടെ ബോണ്ടിങ് ഒരു സ്ട്രോങ് ആയത്. അപ്പോഴേക്കും ഞാൻ എവിക്റ്റായി പോന്നു. പക്ഷെ പിന്നത്തെ ആഴ്ച ഞാൻ നിൽക്കുകയാണെങ്കിൽ, ഞാൻ എന്തെങ്കിലും തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജിൻഡോ എതിർക്കും. ജിൻഡോ എന്തെങ്കിലും തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ എതിർക്കും. ഇനി പലപ്പോഴും നമ്മൾ പറയാറുണ്ട് ഈ കഴിവുണ്ടായിട്ട് കാര്യമില്ല, കൃത്യസമയത്ത് അത് ഉപയോഗിക്കാൻ കൂടി പറ്റണം എന്നുള്ളത്. ഇത് രജിഷന്റെ കാര്യത്തിൽ എത്ര ശരിയാണ്? ഞാൻ കൃത്യസമയത്ത് എല്ലാം ഉപയോഗിച്ചിട്ടുണ്ട്. എന്റെ ഇതിൽ ലക്ക് ഫാക്ടർ എനിക്ക് കുറവാണ്. അല്ല, ഭാഗ്യം ഉണ്ടല്ലോ. നമ്മളെന്താ പറയാ, താൻ പാതി ദൈവം പാതി എന്നാണ്. അപ്പോ ദൈവത്തിന്റെ പാതി എനിക്ക് കിട്ടിയ കാരണമാണ് എനിക്ക് അവിടെ ഗെയിം കളിക്കാൻ പറ്റിയത്.
കാരണം ദൈവത്തിന്റെ പാതി ഞാൻ എടുത്തു. പിന്നെ താൻ പാതി ദൈവം പാതി എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ പാതി എന്റെ പാതിയൊക്കെ ഞാൻ ഒരുമിച്ച് ഒരു പാതിയായിട്ട് ഞാൻ എടുത്തു. ബാക്കി ഉള്ളത് ലക്ക് ഫാക്ടർ ആയിട്ടാണ് ഞാൻ കരുതുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ എന്റെ പാതിയും ദൈവത്തിന്റെ പാതിയും എനിക്ക് തന്നിട്ടുണ്ട്, എനിക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. ബാക്കി പകുതി ഒരു ലക്ക് ഫാക്ടർ ആയിട്ട് ഞാൻ കരുതുന്നത്. ആ ലക്ക് ഫാക്ടർ എനിക്ക് തുണച്ചില്ല എന്നുള്ളതാണ്. കാരണം എനിക്ക് വോട്ടില്ലാതെ ഔട്ടായി എന്നാണല്ലോ. അപ്പൊ ലക്ക് ഫാക്ടർ ഉണ്ട് ഇതില്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് നമ്മള് കുറെ പണിയെടുത്തിട്ടൊന്നും കാര്യമില്ല. വോട്ടില്ലായ്മ ഭാഗ്യമായിട്ട് ബന്ധമില്ല കേട്ടോ, രണ്ടാണ്. വോട്ടില്ലായ്മ ഭാഗ്യമായിട്ട് ഞാൻ പറയുന്നത് വോട്ടില്ലായ്മ പറഞ്ഞത് ജനങ്ങൾ തീരുമാനിക്കുന്ന ജനങ്ങളുടെ വിധിയാണ്. അല്ലെ, അതും ഭാഗ്യമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റില്ല. ചെയ്യാൻ പറ്റില്ലാത്തതാണ് ഞാൻ. പക്ഷെ ഞാൻ എന്റെ നിർഭാഗ്യം എന്നാണ് കരുതുന്നത്. കാരണം വോട്ടില്ലായ്മ റോഹൻ പറഞ്ഞ ശരിയാണ്, അതൊരു ഭാഗ്യം ഇല്ലായ്മല്ല. പക്ഷെ അത് ഞാനിപ്പോ അങ്ങനെ പറഞ്ഞ് വിശ്വസിക്കുകയാണ്. എന്റെ ഭാഗ്യക്കേടായിരിക്കാം എനിക്ക് വോട്ട് ചെയ്യുന്നത്. ഈ വോട്ടിംഗ് രീതികൾ പറയുമ്പോഴും നമ്മൾ കളിക്കുന്ന ഗെയിമിന്റെ പാറ്റേൺ പറയുമ്പോഴും നമ്മൾ കാണിക്കുന്ന കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന രീതിയും ഇതൊക്കെ വെച്ച് നോക്കിയാൽ പോലും നമ്മൾ എങ്ങനെയൊക്കെ നന്നായി അവിടെ കളിച്ചാൽ പോലും അവിടെ ബിഗ് ബോസിന്റെ കൃത്യമായിട്ടുള്ള സംരക്ഷിത താല്പര്യങ്ങൾ ഉണ്ട് എന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ വിശ്വസിക്കുന്നില്ല. ബിഗ് ബോസിന് അങ്ങനെ ഒരാളെയും ഫേവറിംഗ് ഇല്ല. ഒരാളെയും ഫേവറിംഗ് ഇല്ല. അതിപ്പോ നമ്മള് ഇപ്പൊ ഞാൻ പറയാം, ബഹുജനം പലവിധം ആൾക്കാർ ഓരോന്നൊക്കെ പറഞ്ഞുണ്ടാക്കണതാണ്. ബിഗ് ബോസിനെ സംബന്ധിച്ചോളം ബിഗ് ബോസിന് 19 പേര് കയറിയാലും ഇപ്പൊ മൊത്തം ടോട്ടൽ 25 പേരായിട്ടുണ്ട്. ഏത് വൈൽഡ് കാർഡ് അടക്കം 19 പേര് ആദ്യം കയറി, 6 പേര് മറ്റേ വൈൽഡ് കാർഡ്സ് കയറിയിട്ടുണ്ട്. അങ്ങനെ 25 പേരാണ് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ കയറിയത്. 25 പേരും ബിഗ് ബോസിന് ഒന്നാണ്. ബിഗ് ബോസ് ഒരാളോട് ഫേവറിസം കാണിക്കില്ല. അതിപ്പോ നമുക്ക് പറയണമെങ്കിൽ ഇപ്പൊ റോഹനെ പറ്റി കുറ്റം പറയണമെങ്കിൽ എനിക്ക് രാവിലെ വൈകുന്നേരം വരെ കുറ്റം പറയാം. റോഹൻ അങ്ങനെയാണ്, റോഹൻ ഇങ്ങനെയാണ്, അതാണ് ഇതാണ് എന്നൊക്കെ പറയാം. പക്ഷെ റോഹൻ അങ്ങനെയല്ല. റോഹൻ ഒരു ഡീസെന്റ് ആയിട്ടുള്ള ഒരാളാണ്. റോഹൻ നല്ലൊരു ക്യാരക്ടർ ഉള്ള ഒരാളാണ്. റോഹൻ ഒരു ഗുരുവായൂരുകാരനാണ്. റോഹൻ എല്ലാവരും സ്നേഹിക്കുന്ന, അല്ലെങ്കിൽ എല്ലാവരെയും ഒത്തൊരുമയോട് കൊണ്ടു നടക്കുന്ന ഒരാളാണ്. പ്രോഗ്രാം വരുമ്പോ പണിയെടുക്കുമ്പോ റോഹൻ വേറെ ആളാവും. അത് റോഹന്റെ ജോലിയാണ് അല്ലെ. റോഹൻ ഇപ്പോ എന്റെ അടുത്ത് ഇന്റർവ്യൂവിന് മുമ്പ് സംസാരിച്ച റോഹൻ അല്ല എന്റെ മുമ്പിലാണ് സംസാരിക്കുന്നത്. താങ്കൾ ഡെഡിക്കേറ്റഡ് ആണ്. താങ്കളുടെ ജോലിയിൽ താങ്കൾ ഡെഡിക്കേറ്റഡ് ആയതുകൊണ്ടാണല്ലോ താങ്കൾ ഇങ്ങനെ സംസാരിക്കുന്നത്. അതേപോലെ തന്നെ ബിഗ് ബോസ് ഡെഡിക്കേറ്റഡ് ആണ്. ബിഗ് ബോസിന്റെ ജോലിയിൽ ഡെഡിക്കേറ്റഡ് ആണ്. അവരൊന്നും ഒരിക്കലും ഫേവറിസം കാണിക്കില്ല. ആൻഡ് ഫൈനലി എന്തായാലും ഇത്ര ദിവസം കഴിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു ഫൈനൽ ദിവസത്തിലോട്ട് എത്തുമ്പോൾ അവസാനം 5 പേര് ആരായിരിക്കും? അല്ല, അത് നമുക്ക് ഇനി പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. പ്രെഡിക്റ്റ് ചെയ്യല്ല, എന്നാൽ പോലും ഒരു ആഗ്രഹം ഇപ്പത്തെ ഒരു പാറ്റേണിൽ എനിക്ക് തോന്നുന്നു സിജോ ഉണ്ടാവും, ജിൻഡോ ഉണ്ടാവും, ജാസ്മിൻ ഉണ്ടാവും. പിന്നെ ഉള്ള 2 പേര് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അത് ഈ 3 പേര് എന്തായാലും ഉണ്ടാവണം. കളിയുടെ പോക്ക് കണ്ടിട്ട് എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. ജിൻഡോ ഉണ്ടാവാനുള്ള ഒരു വളരെയധികം ജിൻഡോ ഉണ്ടാവും എന്തായാലും. ഫൈനൽ 5 ജിൻഡോ ഉറപ്പായിട്ടുണ്ടാവും. ജാസ്മിൻ ഉറപ്പായിട്ടുണ്ടാവും. പിന്നെ സിജോ ഉണ്ടാവണം. സിജു വരണം. സിജു വരും. ബാക്കി 2 പേരുടെ കാര്യം നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അതിങ്ങനെ മാറി മറിഞ്ഞു വരാം. ആ 2 പേരുടെ ഗ്യാപ്പ് അവിടെ ഇരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പൊ ആദ്യമാണെങ്കിൽ ഈ 2 പേരുടെ ഗ്യാപ്പ് അവിടെ ഉണ്ടാവില്ല. ആദ്യം കുറച്ച് ആൾക്കാര് നല്ല രീതിയിൽ ഗെയിം കളിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു. അപ്പൊ ആദ്യം തൊട്ടിട്ടാണെങ്കിൽ ഞാൻ അവിടെ ഉള്ളപ്പോ തൊട്ടിട്ട് നോക്കുമ്പോ ഒരു ഫൈനൽ 5-ലൊക്കെ അപ്പൊ തന്നെ നമുക്ക് ഒരാഴ്ച കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഏകദേശം ഇയാള് വരാനുള്ള ചാൻസ് ഉണ്ടല്ലോ എന്ന് വിചാരിക്കുന്ന കുറെ ആൾക്കാരുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അതൊരു 3 പേരായിട്ട് മാറി. ബാക്കി 2 പേർക്ക് ഉള്ളതാണ് ഇനി ഇവര് മത്സരിക്കേണ്ടത്. എനിക്ക് തോന്നുന്നു അത് പ്രേക്ഷകർക്ക് വേറെ അഭിപ്രായമായിരിക്കാം. എന്റെ അഭിപ്രായത്തിലാണ് ഞാൻ പറയുന്നത്. അത് പ്രേക്ഷകരുടെ അഭിപ്രായമല്ല, അത് വേറെ ആരുടെ അഭിപ്രായമല്ല, എന്റെ മാത്രം അഭിപ്രായമാണ്. എനിക്ക് തോന്നുന്നത് ഇവര് 3 പേര് എന്തായാലും വരും. ബാക്കി 2 പേർക്കുള്ള മത്സരം ഇപ്പൊ തന്നെ തുടങ്ങിയാൽ അവർക്ക് അതിൽ കയറി പറ്റാൻ പറ്റും. പക്ഷെ അവരത് തുടങ്ങിയിട്ടില്ല. ഇതേപോലെ പോവാണെങ്കിൽ തമ്മിൽ ഭേദം തൊമ്മന്മാർക്ക് കിട്ടും. അപ്പൊ ആർക്കും വേണ്ടി തിളക്കുന്ന സാമ്പാറായി മാറാതിരിക്കട്ടെ, ആവരുത്. ഇത്രയും നല്ല പ്ലാറ്റ്ഫോം കിട്ടിയിട്ട് അങ്ങനെ ആവരുത്. അവിടെ ജിൻഡപ്പൻ കണ്ടില്ലേ, അസലായിട്ട് ഗെയിം കളിക്കുന്നുണ്ട്. ജാസ്മിനും കളിക്കുന്നുണ്ട്. സിജു അതെ ഗെയിം കളിക്കുന്നത്. അവന് ഇപ്പോ ഇങ്ങനെ ഒരു സംഭവം പറ്റിയ കാരണം എന്നാലും അവൻ ഗെയിം കളിക്കുന്നുണ്ട്. അപ്പൊ അതേപോലെ അങ്ങനെ ആവണം. എല്ലാവരും ആർക്കു വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ ആവാതെ സ്വയം നമുക്ക് ആവണം എന്ന് വിചാരിച്ച് കളിക്കട്ടെ. കളിക്കട്ടെ. അവര് ഫൈനൽ 5-ലേക്ക് എത്തട്ടെ. എല്ലാവരും നല്ല ഗെയിമേഴ്സ് ആണ്. വീണ്ടും എന്നെ ബിഗ് ബോസ് വീണ്ടും ഗെയിമറായിട്ട് വിളിക്കട്ടെ. ചരിത്രത്തിൽ ആദ്യമായിട്ട് വരട്ടെ. അവസാനത്തെ ഒരു കപ്പൊന്നും അടിക്കണ്ട എനിക്ക്. കപ്പൊന്നും അടിക്കണ്ട എനിക്ക്. ഇനി കപ്പടിക്കാന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല. കപ്പടിക്കാനും പറ്റില്ല. അവസാനത്തെ ഒരു 14 ദിവസമെങ്കിലും എനിക്ക് ഗെയിമറായിട്ട് കിട്ടിയാൽ മതി, കണ്ടസ്റ്റന്റ് ആയിട്ട് കിട്ടിയാൽ മതി. 14 ദിവസം കൊണ്ട് ഞാൻ ഗെയിം ചേഞ്ച് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ എന്റെ കയ്യിലുണ്ട്.
പക്ഷെ ഈ ഒരു സേവ് ഇപ്പോഴത്തെ രതീഷായിട്ടല്ല കാണുക. എന്നെ ആദ്യത്തെ രതീഷില്ലേ, ആദ്യത്തെ 7 ദിവസത്തെ ഇനി അങ്ങനെ പിടിച്ചിട്ടേ കാര്യമുള്ളൂ. കാരണം വെച്ചാൽ ഇനി എനിക്ക് ഞാനായിട്ട് എന്റെ ഇപ്പോഴത്തെ ക്യാരക്ടർ വെച്ചിട്ട് നിന്നിട്ട് കാര്യമില്ല. അവസാനത്തെ ഒരു 14 ദിവസം എനിക്ക് കിട്ടുകയാണെങ്കിൽ ഞാൻ ആദ്യത്തെ രതീഷിനെ വീണ്ടും കൊണ്ടുവരും. അപ്പോഴാ ഗെയിം ചേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ചിലപ്പോ ആൾക്കാർ ചിലപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വീണ് മറിയുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും. ആയാൽ അങ്ങനെ സംഭവിക്കുന്നില്ല. തീർച്ചയായിട്ടും നമുക്ക് ഇതുപോലെ ഒന്നുകൂടി ഇരിക്കാൻ പറ്റട്ടെ. തീർച്ചയായിട്ടും ഞാൻ എന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും വല്ല കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഐ എം സോറി. തിരിച്ചും എന്റെ ഭാഗത്തു നിന്നുള്ള രീതിയിലേക്ക് ഒരു വിഷമങ്ങൾ ഉണ്ടായിട്ടില്ല. അപ്പോ താങ്ക് യു സോ മച്ച്. ഒത്തിരി സന്തോഷം ഇരുന്ന് ഇതുപോലെ ഓപ്പൺ ആയിട്ട് തനി തൃശ്ശൂർകാരനായിട്ട് സംസാരിച്ചതിൽ.